Hi students, welcome to Spartans. Baba Atomic Research Centerന്റെ OCS 2025 നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓറിയന്റേഷൻ കോഴ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആൻഡ് സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനെയാണ് നമ്മൾ OCS എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു CBT എക്സാമിനേഷൻ്റെ ബേസിസിലാണ് ഫസ്റ്റ് റൗണ്ട് ഓഫ് സെലക്ഷൻ നടക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ആ എക്സാം എഴുതാൻ ഒരു പ്രിപ്പയർഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഗേറ്റിൽ നിങ്ങൾക്ക് 2023, 2024, 2025 ഇതിലേതെങ്കിലും നല്ല സ്കോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ, ഈ ഫസ്റ്റ് റൗണ്ട് എക്സാമിനേഷൻ എഴുതി സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുന്നു എന്നുള്ളത് സ്കിപ്പ് ചെയ്ത് നിങ്ങളുടെ ഗേറ്റ് സ്കോറിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്നുള്ളത്, ആക്ച്വലി നമ്മുടെ 23, 24, 25 എന്നീ ഇയേഴ്സിലെ ഗേറ്റ് സ്കോർ ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. 2023ലെയും 2024ലെയും ഗേറ്റ് എക്സാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ സ്കോർ കാർഡ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. പക്ഷേ 2025ലുള്ളവർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അത് നമുക്ക് ഇനിയുള്ള നെക്സ്റ്റ് സ്ലൈഡുകളിൽ നോക്കാം. ഫസ്റ്റ് നമ്മുടെ കെമിസ്ട്രിക്കാരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് MSc ഇൻ കെമിസ്ട്രി ആണ്. മെയിനായിട്ട് അവർ പറയുന്നത് വിത്ത് ഫിസിക്സ്, നമ്മുടെ ഡിഗ്രി ലെവലിൽ നമ്മൾ ഒരു സബായിട്ടെങ്കിലും ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവണം. ഇനി 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ചെയ്തവർക്ക് ക്രൈറ്റീരിയ കുറച്ച് ഡിഫറെൻ്റ് ആണ്, അത് നോക്കുക. പിന്നീട് നിങ്ങൾക്ക് മിനിമം 6 CGPA എങ്കിലും ഡിഗ്രി ലെവലിൽ ഉണ്ടാവണം എന്നുള്ളതും ഇവരുടെ ബാർക്കിൻ്റെ ഒരു ക്രൈറ്റീരിയയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനി ഈ രണ്ട് ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ എക്സാം ആയാലും ഓൺ ദ ബേസിസ് ഓഫ് ഗേറ്റ് സ്കോർ ആയാലും ഈ ഒരു OCSലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ഒരു നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീ ഓഫ് ₹500 ആണ്. അത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? മെയിൽ ആപ്ലിക്കൻസിന് അവർ തന്നെ, ജനറൽ OBC കാറ്റഗറീസിലുള്ളവർക്ക്, ബാക്കി കുറച്ച് പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി വിമൻ കാൻഡിഡേറ്റ്സ്, SC ST, ഇനി ട്രാൻസ്ജെൻഡേഴ്സ്, ഡിപ്പെൻഡൻസ് ഓഫ് ഡിഫൻസ് പേഴ്സണൽസ്, ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഫീ എക്സംപ്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫീ ഇല്ലാതെ തന്നെ ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2023, 2024 എന്നീ ഇയേഴ്സിലെ സ്കോർ കാർഡ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദി ഗേറ്റ് 2025 എക്സാമിനേഷൻ, നിങ്ങളുടെ കയ്യിലിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ സ്കോർ കാർഡ്സോ റിസൾട്ടോ ഒന്നും തന്നെ ഇല്ല ബാർക്കിന് അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം, ഞാൻ ഗേറ്റ് 2025 എക്സാമാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഓപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് എക്സാം കഴിഞ്ഞതിന് ശേഷം, അതായത് ഗേറ്റിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബാർക്കിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ മെയിൽ വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കോർ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും അതിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങളെ സെക്കൻഡ് റൗണ്ട് ഓഫ് സെലക്ഷനിലേക്ക് അവർ കൺസിഡർ ചെയ്യുക. ഇനി നിങ്ങളുടെ ഇപ്പോൾ ഫൈനൽ ഇയർ MSc ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്, ഈ ഒരു OCSന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ റിസൾട്ട് വന്ന് 31 ജൂലൈ 2025 മുന്നേ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അവർ മെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് അവർക്ക് അപ്ലോഡ് ചെയ്യാൻ റെഡി ആയിരിക്കണം. നെക്സ്റ്റ് വരുന്ന ഓൺലൈൻ എക്സാമിൻ്റെ പാറ്റേൺ ആണ്. അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഗേറ്റ് നെറ്റിൻ്റെയൊക്കെ ആ ഒരു എക്സാം പാറ്റേൺ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇറ്റ്സ് എ സെയിം. ഇനി ഒരു കറക്റ്റ് ആൻസറിന് 3 മാർക്കും ഓരോ നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. ഇൻകറക്റ്റ് ആൻസേഴ്സിന് -1 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിനൊന്നും തന്നെ നിങ്ങൾക്ക് മാർക്സ് അവാർഡ് ചെയ്യുന്നതായിരിക്കില്ല. ടോട്ടൽ 120 മിനിറ്റ്സ് ആണ് നമുക്ക് ബാർക്കിൻ്റെ എക്സാമിനുള്ളത്, മാക്സിമം 100 ക്വസ്റ്റ്യൻസും. ഇനി ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് January 2നും എൻഡ് ചെയ്യുന്നത് January 26നുമാണ്. നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഉണ്ടാവും. അതിനുശേഷം അഡ്മിറ്റ് കാർഡ് വരുന്നത് 25th ഫെബ്രുവരിയിലാണ്. എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത് 8th and 9th മാർച്ച് 2025ലാണ്. നിങ്ങളിപ്പോൾ 2025 ഗേറ്റ് എക്സാം ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട്, ഗേറ്റ് 2025 സ്കോർ കാർഡ് അപ്ലോഡ് ചെയ്യാനായിട്ട് 17th മാർച്ച് മുതൽ 24th മാർച്ച് വരെ ടൈമുണ്ട്. അതിൻ്റെ ബേസിസിലായിരിക്കും സെക്കൻഡ് റൗണ്ട് ഓഫ് സെലക്ഷനുള്ള ഫൈനൽ അവർ റിസൾട്ട് അറിയിക്കുക.
അപ്പോൾ ഈ ഡേറ്റ്സ് ഒന്ന് നോക്കി വെച്ചേക്കുക. അതൊരു ഇതിൻ്റെ സാലറി ആയാലും അറൗണ്ട് അബവ് 50 ഒക്കെ വരുന്ന വളരെ നല്ലൊരു നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനൽ ഇയറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ചോയ്സ് ആണ് എപ്പോഴും ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏജ് ലിമിറ്റ് കൂടി നോക്കുക ഇതിലേക്ക്, അതായത് ബോൺ ഓൺ ഓർ ആഫ്റ്റർ എപ്പോഴാണെന്നുള്ളത് ഓരോ കാറ്റഗറിക്കും ഡിഫറെൻ്റ് ആണ്, അത് നോക്കുക. ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളവർക്ക് ഡിഫറെൻ്റ് ആണ്, അതും നോക്കിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട്. സ്പാർട്ടൻസ് ഓഫർ ചെയ്യുന്ന മറ്റ് കോഴ്സസ്, കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും കേരള PSCയുടേത്, ഡിഗ്രി ക്ലാസ്സസ്, അങ്ങനെയുള്ള എന്ത് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും നിങ്ങൾ ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ ആൻഡ് ഹാവ് എ നൈസ് ഡേ.